ന്യൂസ് ലെവലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കെഎസ്ഇബിയുടെ സ്മാർട്ട് മീറ്റർ പദ്ധതി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് കോടികളുടെ ബാധ്യത. 7 വർഷം ബില്ലിൽ അധികമായി നൽകേണ്ടി വരിക 200 രൂപ. അശ്വമേധം കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ കൊല്ലത്ത് മേയർ പ്രസന്ന എണസ് തുടക്കം കുറിച്ചു. കെഎസ്ആർടിസി ഇലക്ട്രിക് സർക്കുലർ വൻ വിജയം. 263 ബസ്സുകൾ കൂടി വാങ്ങുന്നു. കേരളത്തിന്റെ വരുമാനത്തിൽ കേന്ദ്രവിഹിതം 36% മാത്രം. ആ പണം കൊണ്ടല്ല പിടിച്ചു നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി റിപ്പബ്ലിക് ദിന പരേഡിൽ BSFന്റെ ഒട്ടക സവാരി സംഘത്തിൽ സ്ത്രീകളും. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഉഷാറാക്കി BJP. കേരളത്തിലും വിപുലമായ തയ്യാറെടുപ്പുകൾ. 5 മണ്ഡലങ്ങളിൽ പാർട്ടി വിജയിക്കുമെന്ന് അവകാശവാദം. വാണിജ്യ വ്യാപാര നിക്ഷേപ മേഖലകളിൽ സഹകരണത്തിന്റെ പുത്തൻ സാധ്യതകൾ തേടി ഇന്ത്യ UAE ഉച്ചകോടി. ചരിത്രം കുറിച്ച് ഇന്ത്യൻ വ്യോമസേന. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കരുത്തുറ്റ ശക്തി പ്രകടനം. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ സമൂഹത്തിന്റെ നിലപാട് കൂടി മാറണമെന്ന് മാതാ അമൃതാനന്ദമയി. കാശ്മീരിലും ഭാരത് ജോഡോ യാത്ര കാൽനടയായി തന്നെ. സമാപന സമ്മേളനം പ്രതിപക്ഷ ഐക്യനിരയുടെ ശക്തി പ്രകടനമാക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. കെഎസ്ഇബിയുടെ സ്മാർട്ട് മീറ്റർ പദ്ധതി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് കോടികളുടെ ബാധ്യത. അടുത്ത 7.5 വർഷത്തേക്ക് വൈദ്യുതി ബില്ലിനൊപ്പം പ്രതിമാസം 100 രൂപ വീതം ജനങ്ങൾ അധികമായി നൽകണം. കെഎസ്ഇബി നടപ്പാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിക്കായി 10 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ചെലവ് 8,175 കോടി രൂപയാണ്. ഇതാണ് കനത്ത സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കണക്കാണ് ഇതെങ്കിലും യഥാർത്ഥ ചെലവ് ടെൻഡർ വഴി മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ എന്ന് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അശ്വമേധം കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ കൊല്ലത്ത് മേയർ പ്രസന്ന എണസ് തുടക്കം കുറിച്ചു. രോഗികളെ അകറ്റി നിർത്താതെ സമയബന്ധിതമായി ചികിത്സ നൽകി സമ്പൂർണ്ണ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ജില്ലയിൽ നടപ്പാക്കുമെന്ന് മേയർ പറഞ്ഞു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ U പവിത്ര അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജേക്കബ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗൃഹസന്ദർശനത്തിലൂടെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സ നൽകുകയാണ് ജനുവരി 31 വരെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിന്റെ ലക്ഷ്യം. കെഎസ്ആർടിസി ഇലക്ട്രിക് സർക്കുലർ വൻ വിജയം. 263 ബസ്സുകൾ കൂടി വാങ്ങുന്നു. തലസ്ഥാനത്ത് സിറ്റി സർക്കിൾ സർവീസിനായി വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകൾ വൻ വിജയമായ സാഹചര്യത്തിലാണ് 263 ഇലക്ട്രിക് ബസ്സുകൾ കൂടി വാങ്ങുന്നത്. സിറ്റി ജില്ലാതല സർവീസുകൾക്ക് ഉപയോഗിക്കാൻ ഉതകുന്ന ബസ്സുകളാണ് വാങ്ങുന്നത്. നിലവിൽ 40 ഇലക്ട്രിക് ബസ്സുകളാണ് നഗരത്തിൽ സർവീസ് നടത്തുന്നത്. ഇനിയും 10 ബസ്സുകൾ കൂടി ഇറങ്ങാനുണ്ട്. നിലവിൽ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ ക്ഷമത വിലയിരുത്തിയ ശേഷമാണ് പുതുതായി 263 ഇലക്ട്രിക് ബസ്സുകൾ കൂടി വാങ്ങാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. കേരളത്തിന്റെ വരുമാനത്തിൽ കേന്ദ്രവിഹിതം 36% മാത്രം. ആ പണം കൊണ്ടല്ല പിടിച്ചു നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി. GST വകുപ്പ് പുനഃസംഘടനാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GST നിയമം 6ാം വർഷത്തിലേക്ക് കടന്നിട്ടും സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. GST കൗൺസിലിൽ സംസ്ഥാനങ്ങൾക്ക് പരിമിതമായ സ്വാധീനം മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ചെക്ക് പോസ്റ്റ് സംവിധാനം ഇല്ലാതായതോടെ നികുതി വെട്ടിപ്പ് നിരവധി മാർഗങ്ങളിലൂടെ നടക്കുകയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി റിപ്പബ്ലിക് ദിന പരേഡിൽ BSFന്റെ ഒട്ടക സവാരി സംഘത്തിൽ സ്ത്രീകളും. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത്. ജനുവരി 26 നടക്കുന്ന പരേഡിൽ അർദ്ധ സൈനിക സേനയുടെ വനിതാ സംഘമായ മഹിളാ പ്രഹരീസ് ഒട്ടകപ്പുറത്ത് പുരുഷ സൈനികന്മാർക്കൊപ്പം ഉണ്ടാകും. ഇന്ത്യയിൽ ഒട്ടകങ്ങളെ ആചാരപരമായും പ്രവർത്തനപരമായും ഉപയോഗിക്കുന്ന ഒരേ ഒരു സേനയാണ് BSF. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഉഷാറാക്കി BJP. കേരളത്തിലും വിപുലമായ തയ്യാറെടുപ്പുകൾ. 5 മണ്ഡലങ്ങളിലും BJP വിജയിക്കുമെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള BJP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കറുടെ അവകാശവാദം. മോദിക്ക് 36% പിന്തുണയുള്ള സംസ്ഥാനത്ത് വോട്ട് വിഹിതം കൂടും. വിഷുവിന് ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് BJP പ്രവർത്തകർ സ്വന്തം വീടുകളിൽ വിരുന്നൊരുക്കും. ഡൽഹിയിൽ മലയാളി മാധ്യമ പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക പ്രത്യേക ക്യാമ്പയിൻ 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. വാണിജ്യ വ്യാപാര നിക്ഷേപ മേഖലകളിൽ സഹകരണത്തിന്റെ പുത്തൻ സാധ്യതകൾ തേടി ഇന്ത്യ UAE ഉച്ചകോടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉൽപാദനം, സ്റ്റാർട്ടപ്പ്, ആരോഗ്യ സംരക്ഷണം, ഭക്ഷ്യ സംസ്കരണം, ഗോൾഡൻ വിസ തുടങ്ങിയ മേഖലകളാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. വ്യാപാരത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ഭാവിയെ സ്വാധീനിക്കുന്ന തന്ത്രപ്രധാന കാര്യങ്ങളും ഉച്ചകോടി ചർച്ച ചെയ്യും. ചരിത്രം കുറിച്ച് ഇന്ത്യൻ വ്യോമസേന. ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കരുത്തുറ്റ ശക്തി പ്രകടനം. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ IAFന്റെ 50 യുദ്ധവിമാനങ്ങളാണ് പങ്കെടുക്കുകയെന്ന് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു. ഇതിൽ പല യുദ്ധവിമാനങ്ങളും ഇതാദ്യമായും ഒരുപക്ഷെ അവസാനമായുമായിരിക്കും പ്രദർശിപ്പിക്കുക. പരിപാടിയിൽ പങ്കെടുക്കുന്ന 50 വിമാനങ്ങളിൽ നാവികസേനയുടെ IL-38 ഉൾപ്പെടുന്നുവെന്ന് IAF ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ സമൂഹത്തിന്റെ നിലപാട് കൂടി മാറണമെന്ന് മാതാ അമൃതാനന്ദമയി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന G20 ഉച്ചകോടിയുടെ ഔദ്യോഗിക സംഘമായ C20യുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം 50 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് മാതാ അമൃതാനന്ദമയി മഠം. ഭിന്നശേഷിക്കാരുടെയും ഗർഭിണികളുടെയും ക്ഷേമത്തിനായാണ് ഈ തുക ചിലവഴിക്കുക. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളുടെ സമിതിയായ C20യുടെ വെർച്വൽ ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. കാശ്മീരിലും ഭാരത് ജോഡോ യാത്ര കാൽനടയായി തന്നെ. സമാപന സമ്മേളനം പ്രതിപക്ഷ ഐക്യനിരയുടെ ശക്തി പ്രകടനമാക്കാൻ തീരുമാനം. സുരക്ഷാ പ്രശ്നം ഉണ്ടെന്നും കാറിൽ സഞ്ചരിക്കണമെന്നും സുരക്ഷാ ഏജൻസികൾ നിർദ്ദേശം നൽകിയെങ്കിലും യാത്ര കാൽനടയായി തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. 30-ന് ശ്രീനഗർ ഷേർ-ഇ കാശ്മീർ സ്റ്റേഡിയത്തിലെ സമാപന സമ്മേളനം പ്രതിപക്ഷ ഐക്യനിരയുടെ ശക്തി പ്രകടനമാക്കി മാറ്റും. CPIയെ കൂടാതെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ എന്നിവർ പങ്കെടുക്കും. വനിതാ ഗുസ്തി താരങ്ങളുടെ ആരോപണം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അന്വേഷിക്കുമെന്ന് PT ഉഷ. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങളുടെ കനത്ത പ്രതിഷേധം തുടരുന്നതിന് ഇടയിലാണ് തന്റെ സ്വകാര്യ ട്വിറ്ററിലൂടെ PT ഉഷ തന്റെ നയം വ്യക്തമാക്കിയത്. ഇന്ത്യ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അംഗങ്ങൾക്കിടയിൽ ഗുസ്തി താരങ്ങളുടെ വിഷയം ഉന്നയിച്ചു എന്ന് PT ഉഷ തന്റെ ട്വിറ്റർ പോസ്റ്റിലൂടെ അറിയിച്ചു. കായിക താരങ്ങളുടെ ക്ഷേമമാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രഥമ പരിഗണന എന്ന് അവർ വ്യക്തമാക്കി. ഇന്നത്തെ ന്യൂസ് 11 ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.